ഗോകുലം ഗ്രൂപ്പ് സ്ഥാപനങ്ങളിലെ ഇ.ഡി. പരിശോധന പൂർത്തിയായി. ചില രേഖകളും 1.5 കോടി രൂപയും പിടിച്ചെടുത്തതായി സൂചന. ചെന്നൈയിലെ പരിശോധന പൂർത്തിയായത് ഇന്ന് പുലർച്ചെയോടെയാണ്. ഗോകുലം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന എന്നാണ് അറിയാൻ കഴിയുന്നത്. കെ.ബി. ശ്രീധരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീധരൻ, ഇന്നലെ പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ചതാണ് ചെന്നൈയിലെ 3 ഇ.ഡി. റെയ്ഡ്. ഇന്ന് പുലർച്ചെയാണ് പൂർത്തിയായത്. കോഴിക്കോടുണ്ടായിരുന്ന ഗോകുലം ഗോപാലിനെ ചെന്നൈയിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നും വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് കേൾക്കുന്നു. അദ്ദേഹത്തിന്റെ മകനെ ചോദ്യം ചെയ്തുവെന്ന് അറിയുന്നു. എന്താണ് ഇ.ഡിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഗോകുലം ഗോപാലിനെ ഇന്ന് ചോദ്യം ചെയ്യലില്ല. ഇന്ന് പുലർച്ചെ 4:30 കൂടിയാണ് ഈ കോടമ്പാക്കത്തെ ഓഫീസിൽ, ഗോകുലം ഗ്രൂപ്പിൻ്റെ ഓഫീസിലെ പരിശോധനകൾ പൂർത്തിയായത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടി ഗോകുലം ഗോപാലൻ കോഴിക്കോട് നിന്ന് ചെന്നൈയിലെത്തി. അതിനുശേഷം വിശദമായി അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു. ഈ ചെന്നൈ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് വിദേശ നിക്ഷേപം സ്വീകരിച്ചതിൽ, ആ പണമിടപാടുകളിൽ ഫെമ നിയമങ്ങളുടെ ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഇ.ഡി. വൃത്തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗോപാലിന് പറയാനുള്ള കാര്യങ്ങൾ, വിശദീകരണമെല്ലാം തന്നെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇ.ഡി. വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ, ഈ ചട്ടങ്ങൾ ലംഘനവുമായി ബന്ധപ്പെട്ട് ചില രേഖകളെല്ലാം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും ഇ.ഡിയുടെ കൊച്ചി ഓഫീസിൽ നിന്നുള്ള ചില ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട്. 2022 രജിസ്റ്റർ ചെയ്ത കേസിൽ, ഇ.ഡി. സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ നടപടികൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിനു മുൻപ് 2017 കേന്ദ്ര ഏജൻസികളുടെ ഒരു പരിശോധന, വ്യാപക പരിശോധന ഗോകുലം ഗ്രൂപ്പിൻ്റെ ഓഫീസുകളിൽ ഉണ്ടായിരുന്നു. അന്ന് 78 സ്ഥാപനങ്ങളിലായിരുന്നു ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത്. അതിനെ ചൂടുപിടിച്ച് ഇ.ഡി. എത്തി. ഇപ്പോൾ ആ അന്വേഷണമാണ് കഴിഞ്ഞ ദിവസത്തെ റെയ്ഡ് വരെ എത്തിയിരിക്കുന്നതെന്നാണ് ഇ.ഡി. പറയുന്നത്. ഇതിൽ മറ്റൊരു രാഷ്ട്രീയവുമില്ല എന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. സ്വാഭാവിക നടപടിക്രമങ്ങൾ അത് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമാണ് അവർ പറയുന്നത്. ഏതായാലും ഈ റെയ്ഡ് സംബന്ധിച്ച് ഗോകുലം ഗോപാലുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വേർഷൻ എന്നുള്ളത് ഇതാണ്. ഇ.ഡി. ഉദ്യോഗസ്ഥർ വന്നു കോഴിക്കോടും അതുപോലെ തന്നെ അങ്ങനെ 5 ചെന്നൈ ഉൾപ്പെടെ 5 പരിശോധനകൾ നടത്തി. അവർ തൃപ്തികരമായിട്ടാണ് മടങ്ങിയത് എന്നുള്ളതാണ് ഗോകുലം ഗോപാലൻ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് യാതൊരുവിധ ക്രമക്കേടുകളും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളൊരു പ്രതികരണമാണ് ഗോകുലം ഗോപാലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഗോകുലം ഗോപാലിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രതികരണം വരുമ്പോഴും ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതായത് ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണോ ഇത്തരം ഒരു റെയ്ഡ് തുടരുന്നതെന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ അത്തരം ഒരു പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണോ, അതോ സാധാരണഗതിയിലുള്ള ഒരു അന്വേഷണം മാത്രമാണ് നടന്നതെന്നാണോ ഗോകുലം ഗോപാലനും പറയുന്നത്? മാർഷൽ, ഈ ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. പ്രത്യേകിച്ച് കേരളം ഒന്നാകെ ഇങ്ങനെയൊരു പല ആളുകളിലും ഇത്തരമൊരു ധാരണ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരുപാടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പക്ഷെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ചിരിച്ചുകൊണ്ട് ആ ചോദ്യത്തിന് കാര്യമായിട്ട് മറുപടി പറയാതെ വിടുകയാണ് ചെയ്തത്. ഇതൊക്കെ ഒരു സ്വാഭാവിക നടപടിക്രമമാണ്, ബിസിനസ്സിൽ സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു കാര്യം ഊന്നി പറയുന്നുണ്ട്, വീണ്ടും പറയുന്നുണ്ട്. അതായത് യാതൊരു വിധത്തിലുള്ള ക്രമക്കേടുകളും തൻ്റെ സ്ഥാപനത്തിൽ ഇല്ല എന്നുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ട്. ഇ.ഡി. ഉദ്യോഗസ്ഥർ ബ്ലസ് ചെയ്ത് മടങ്ങി എന്നുള്ളതാണ് അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്ക്. അതായത് ക്രമക്കേടുകളൊന്നുമില്ല, അവർ തൃപ്തികരമായിട്ടാണ് പോയത്, രേഖകളെല്ലാം പരിശോധിച്ചു, യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നവർക്ക് മനസ്സിലായി എന്നുള്ള ഒരു പ്രതികരണമാണ് ഗോകുലം ഗോപാലൻ നടത്തിയത്. ഏതായാലും നേരത്തെ മാർഷൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം തന്നെയാണ്, ഈ റെയ്ഡ് നടക്കുന്ന ഈ ഒരു സമയം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. എമ്പുരാനുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന ആ ഒരു അതൃപ്തി, അതിലൊരു പ്രതികാര നടപടിയായിട്ടാണോ ഈ റെയ്ഡ്? അതുപോലെ തന്നെ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് ലഭിക്കുന്നു. ഇങ്ങനെയുള്ള നടപടികളെല്ലാം പ്രതികാരമായിട്ടാണോ, വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടുള്ള നീക്കങ്ങളാണോ എന്നുള്ളൊരു കാര്യമായിട്ടുള്ള പ്രചരണം സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.